എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചക്കക്കുരും പാവയ്ക്കയും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴാണെങ്കിൽ ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ 1/2 കിലോ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ആ ചക്കക്കുരു ഇതുപോലെ തൊലിയും വെള്ളത്തൊലിയും ബ്രൗൺ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം. കണ്ട, ബ്രൗൺ തൊലി മുഴുവനായിട്ട് കളയരുത്. അതുപോലെ തന്നെ 1/2 കിലോ പാവയ്ക്ക ചക്കക്കുരുവിനേക്കാളും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇല, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ചക്കക്കുരു ആദ്യം തന്നെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെക്കണം, കണ്ടതുപോലെ. അതുപോലെ തന്നെ പാവയ്ക്ക് അത് 4 ആക്കിയിട്ട് മുറിച്ച് ഇതുപോലെ അരിഞ്ഞു വെക്കുക. ഇത് രണ്ടും നമുക്ക് വേവിച്ചെടുക്കണം. അതിൽ ചക്കക്കുരു കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് വറ്റിച്ചെടുക്കണം. പാവയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് അത് വെള്ളം ഊറ്റി കളയണം കേട്ടോ, അല്ലെങ്കിൽ അത് കനപ്പുണ്ടാവും. പാൻ വെച്ചിട്ട് നമ്മൾ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ റെസിപ്പീസൊക്കെ ഓരോരുത്തർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം. ഒരു 2 സ്പൂൺ കടുകിട്ടിട്ട് അത് പൊട്ടിച്ചെടുക്കാം. പൊട്ടി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അതിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ചതച്ചെടുത്തതാണിത്. അതിലേക്ക് ഇടാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മൊരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇടുന്ന മുളക് പൊടി സാധാരണ നൈഫായിട്ടുള്ള മുളക് പൊടി അല്ല കേട്ടോ. ഇത് നമ്മൾ മുഴുവൻ മുളക്, അതായത് ഉണക്കമുളക് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ അടിച്ചിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം, കേടുവരില്ല. അപ്പോൾ അതൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനും വളരെ ഈസിയാണിത്. ബ്രൗൺ നിറമായിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പില ഇടാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പാവയ്ക്കും ചക്കക്കുരും വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പാവയ്ക്ക പ്രത്യേകം പറയണ, അതിൻ്റെ വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളയണം, അല്ലെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പാവയ്ക്കയുടെ കനപ്പ്. ഇനി അത് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു രണ്ടും സെപ്പറേറ്റ് ആണ് വേവിക്കേണ്ടത്. ഇത് വേവിച്ച് വെച്ച് വെള്ളം ഊറ്റി കളഞ്ഞ് പാവയ്ക്ക. ഇത് നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ച കാരണം പിന്നെ ഞാൻ വേറെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുളക് പൊടിയും ഉള്ളി മൂപ്പിച്ചതും എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് വേവിക്കുക. മിക്സ് ആയിട്ടുണ്ട്. ഇന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അതിന് ശേഷം ഇതിപ്പോൾ കണ്ടില്ലേ, എല്ലായിടത്തേക്കും മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ കളറിനും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ഡ്രൈ ആക്കി എടുക്കാം.
അതിൽ എന്തെങ്കിലും ചെറുതായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു, പണി കഴിഞ്ഞു നമ്മുടെ. ഇത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലേശം പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക. ലേശം പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പിൻ്റെ ഇലയും കരിവേപ്പിൻ്റെ ഇലയും ഇടുക. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്യുക പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.